ഇവാലുവേഷൻ. ഇതാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാൻ ചാൻസ് ഉള്ള മെയിൻസിന്റെ സ്ഥലം. എന്താണോ ചാൻസ്? ഇതെങ്ങനെയൊക്കെ ചോദിക്കാം ഈ ക്വസ്റ്റ്യൻ? ഒന്ന് ഇവാലുവേഷൻ, ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ ഇവാലുവേഷൻ ചോദിക്കാം. പിന്നെ എന്ത് ചോദിക്കാം? അതിന് വേറൊരു വേർഡ് പറഞ്ഞേ, കോൺസിക്വൻസസ് ഓഫ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. പിന്നെ ദ ഇമ്പാക്ട് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ മെയ്ഡ് ഇൻ ദ മോഡേൺ വേൾഡ്. ഇത് എന്ത് ചോദിച്ചാലും ഒറ്റ ആൻസറേ ഉള്ളൂ, 4 പോയിന്റ്. ആ പോയിന്റ് മനസ്സിൽ വെക്കണമെന്ന് പോലും ഞാൻ പറയില്ല. ഇപ്പം നിങ്ങൾക്ക് ഒരു പുക എന്നൊരു പുക പോലൊരു ഒരു സംഭവം കിട്ടിയല്ലേ ഇൻഡസ്ട്രിയൽ റവല്യൂഷനെ കുറിച്ച്? കുറച്ച് എന്തൊക്കെയോ കിട്ടിയില്ലേ? അത് മതി. ആ ഐഡിയ വെച്ച് അതിനെ ട്രസ്റ്റ് ചെയ്ത് പോയി പരീക്ഷ എഴുതാം. ഇത് വായിച്ചുകൊണ്ടിരിക്കുക, പഠിക്കാൻ ഞാൻ പറയില്ല കേട്ടോ. സോ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ ഇവാലുവേഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. നമ്പർ 1 എന്താണ്? പറയൂ, നിങ്ങൾ പറയൂ. ഇതുകൊണ്ട് ലോകത്തിൽ വന്ന് സൂപ്പർ പവേഴ്സിന് ഒക്കെ എത്തിക്കുന്ന ഇപ്പം നിയോ ക്യാപിറ്റലിസ്റ്റ് ഗ്രൂപ്പ് എന്നൊരു പുതിയ ഗ്രൂപ്പ് ഉണ്ടായല്ലേ? അവർ ഇന്നും ഉണ്ടല്ലോ. അത് ഇൻഡസ്ട്രിയൽ റവല്യൂഷന് സംഭാവനയല്ലേ? ഓക്കെ. പിന്നെ എന്തൊക്കെയാ? കേട്ടില്ല. ട്രേഡിങ്ങിന്റെ ഡെവലപ്മെന്റ്. പിന്നെ ഇത് പരീക്ഷ ഹാളിലും കാണിക്കണം. ഇപ്പൊ ഈ പറയുന്ന ആൻസർ ഇല്ലേ, ഇത് തന്നെ പരീക്ഷ. ഇത് നിങ്ങൾ എപ്പോഴും ഡൗട്ട് ഇതിന്റെ ശരിയാണ്, അങ്ങനെ ഒന്നുമില്ല, എഴുതുക, കറക്റ്റ് ആയിരിക്കും. പറയൂ. വേ ഓഫ് ലിവിങ്. ഓക്കെ, അത് കൂടി. പിന്നെ അത് പറഞ്ഞു, ട്രേഡ് ആൻഡ് കൊമേഴ്സിന്റെ അഡ്വാൻസ്മെന്റ്, എക്കണോമിക് അഡ്വാൻസ്. അപ്പൊ ഫസ്റ്റ് എന്തായാലും എഴുതിക്കോ, ഡെവലപ്മെന്റ് ഓഫ് നിയോ ക്യാപിറ്റലിസ്റ്റ് ഗ്രൂപ്പ്. നമ്പർ 2 ബൂസ്റ്റ് ടു നാഷണലിസം. ഈ ഒരു പോയിന്റ് ഇപ്പൊ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം യൂണിഫിക്കേഷൻ ഓഫ് ഇറ്റലിയും ജർമ്മനിയും വരുമ്പോൾ ഇത് തന്നെ പറയണം, അതുകൊണ്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ബൂസ്റ്റ് ടു നാഷണലിസം ഇത്രയും മാത്രം മനസ്സിലാക്കുക. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ നടക്കുന്നതിന് മുന്നേ ലോകത്ത് എന്ത് കൺസെപ്റ്റ് ഉണ്ടായിരുന്നില്ല? നേഷൻ എന്നൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നില്ല. ഇപ്പൊ യൂറോപ്പ് എടുത്താൽ ജർമ്മനി എന്നൊരു കൺസെപ്റ്റ് ഇല്ല, ജർമ്മൻ സ്റ്റേറ്റ്സേ ഉള്ളൂ. നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷ പറഞ്ഞാൽ ഇന്ത്യ എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യ എന്നൊരു കൺസെപ്റ്റ് ഇല്ല. അശോകൻ ഇന്ത്യ അത് യുണൈറ്റ് ചെയ്തു, കുറെ എണ്ണം വന്നതിനെ വീണ്ടും തകർത്തു. അതിന് ഗുപ്തന്മാർ ഇന്ത്യ യുണൈറ്റ് ചെയ്തു. പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, ഇങ്ങനെ തകർത്തുകൊണ്ടിരുന്നല്ലേ. പിന്നീട് ഇന്നത്തെ ഇന്ത്യ എന്നൊരു കൺസെപ്റ്റ് ഇല്ല. പകരം എന്താണ്? ഞാൻ മേവാർ, ഞാൻ പഴശ്ശിരാജ, ഞാൻ എറണാകുളത്തെ രാജാവ്, അല്ലെങ്കിൽ ഞാൻ രാജസ്ഥാനിലെ രാജാവ്, ഞാൻ വന്നിട്ട് ഈ എന്താ പറയാ ഒരു തമ്പാനൂരിലെ രാജാവ്, ഞാൻ കിഴക്കേക്കോട്ടയുടെ രാജാവ്, ഞാൻ കരമനയുടെ രാജാവ്, ഞാൻ പാപ്പനംകോട്, ഞാൻ നെയ്യാറ്റിൻകര, ഞാൻ ബാലരാപുരം, ഞാൻ പാറശാല, ഇവിടേക്കുള്ള രാജാവ്. ഇങ്ങനെയായിരുന്നു കൺസെപ്റ്റ്. എന്നെ നോക്കുമ്പോൾ അവൻ കിഴക്കേക്കോട്ട, ഞാൻ തമ്പാനൂർ, അത്രേ ഉള്ളൂ. അല്ല ഇന്ത്യ എന്നൊരു കൺസെപ്റ്റ് ഇല്ല. അതുപോലെ ആയിരുന്നു യൂറോപ്പിലും. എന്താണ്? ജർമ്മനി എന്നൊരു കൺസെപ്റ്റ് ഇല്ല, ഇറ്റലി എന്നൊരു കൺസെപ്റ്റ് ഇല്ല, ബ്രിട്ടന് മാത്രമേ ബ്രിട്ടൻ ഒരു കൺസെപ്റ്റ് ഉള്ളൂ, ബാക്കി ആർക്കും എന്തില്ല, ഇങ്ങനത്തെ ഒരു കൺസെപ്റ്റ് ഇല്ല. അപ്പൊ ഇതിന് വഴി ഒരുക്കി. കാരണം അവർ നോക്കുമ്പോൾ എന്താ, എത്രയൊക്കെ നമ്മൾ കോമ്പീറ്റ് ചെയ്തിട്ടും ബ്രിട്ടൻ്റെ അത്ര എത്തുന്നില്ല. അപ്പൊ നമുക്ക് ചുറ്റും നോക്കിയപ്പോൾ മനസ്സിലായി ഈ പറയുന്ന പ്രദേശങ്ങളെല്ലാം നമ്മുടെ കൂടെ നിൽക്കേണ്ട ആൾക്കാരാണ്. അങ്ങനെ ഓരോരോ യൂണിഫിക്കേഷൻ നടന്നു. ഇറ്റലിയുടെ യൂണിഫിക്കേഷൻ, ജർമ്മനിയുടെ യൂണിഫിക്കേഷൻ, നേഷൻ എന്നൊരു കൺസെപ്റ്റ് ഉണ്ടാക്കാൻ റീസണാണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. ഓക്കെ, അത് നിങ്ങൾ ഇപ്പം മനസ്സിലാവില്ല, കുറച്ചുകൂടെ കഴിയുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. എഴുതിക്കോളൂ. ബൂസ്റ്റഡ് നാഷണലിസം വിച്ച് സ്റ്റാർട്ടഡ് വിത്ത് ബ്രിട്ടൻ. നമ്മുടെ മൂന്നാമത്തെ പോയിന്റ് അല്ലേ? ശരി. വിച്ച് സ്റ്റാർട്ടഡ് വിത്ത് ബ്രിട്ടൻ, ഓസ്ട്രിയ, and then ended in unification of Italy and unification of Germany. Ended in unification of, നിങ്ങൾ യൂണിഫിക്കേഷൻ ഓഫ് ഇറ്റലി ആൻഡ് ജർമ്മനി എന്ന് എഴുതല്ലേ. ഇറ്റലിയും ജർമ്മനി ഒരിക്കലും യുണൈറ്റ് ആയിട്ടില്ല. യൂണിഫിക്കേഷൻ ഓഫ് ഇറ്റലി സെപ്പറേറ്റ് ആണ്, യൂണിഫിക്കേഷൻ ഓഫ് ജർമ്മനി സെപ്പറേറ്റ് ആണ്. യൂണിഫിക്കേഷൻ ഓഫ് ഇറ്റലി ആൻഡ് യൂണിഫിക്കേഷൻ ഓഫ് ജർമ്മനി. കഴിഞ്ഞില്ലേ? നെക്സ്റ്റ് ഈസ് 3 ചേഞ്ചസ് ഇൻ സൊസൈറ്റി. പറഞ്ഞതാ, കുറച്ചു മുമ്പ് എക്സ്പ്ലെയിൻ ചെയ്തു. സൊസൈറ്റിയിൽ വന്ന ഏറ്റവും വലിയ ചേഞ്ച് എന്താ? അവർ ക്യാപിറ്റലിസ്റ്റ്, ഞങ്ങൾ വർക്കേഴ്സ് അല്ലേ? പ്രോലിറ്ററേറ്റ്സ് ഒരു കൺസെപ്റ്റ് വന്നില്ലേ? അവര് മുതലാളിമാര്, നമ്മൾ തൊഴിലാളിമാരെന്നൊരു പുതിയ കൺസെപ്റ്റ് കൊണ്ടുവന്ന ആരാണ്? ഇൻഡസ്ട്രിയൽ റവല്യൂഷനാണ്. അപ്പൊ സോഷ്യൽ ഡെവലപ്മെന്റ് എഴുതുക. Two main classes of society emerged. ഒന്ന് എന്താണ്? ക്യാപിറ്റലിസ്റ്റ്. 2 proletates. Then number 4 Luddite movement. Luddite movement. ഒന്നുമില്ല. Luddite movement എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലേബർ ക്ലാസ് മൂവ്മെന്റ് ഇല്ലേ, തൊഴിലാളി വർഗത്തിന് വേണ്ടി
LUDDITE, ലൂഡിറ്റ് മൂവ്മെന്റ്. എഴുതില്ലേ? ലേബർ ക്ലാസ് മൂവ്മെന്റ് ഇല്ലേ, തൊഴിലാളിക്ക് വേണ്ടിയിട്ടുള്ള മൂവ്മെന്റ്സ് ഇല്ലേ, അതൊന്നും അന്ന് കേട്ട് കേൾവിയേ ഇല്ല. നോക്കുമ്പോൾ എന്താണ്, എനിക്കൊരു കൂട്ടുകാരനുണ്ട്, ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്സാണ്. എൻ്റെ അച്ഛൻ 3 ഫാക്ടറി ഓണറാണ്. പക്ഷെ അവൻ്റെ അച്ഛൻ എൻ്റെ അച്ഛൻ്റെ ഒരു ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്നു. അപ്പം അവൻ വന്ന് വീട്ടിലെ കാര്യങ്ങളൊക്കെ പറയാറുണ്ട്, ഇതെന്തോ ഇത്, ഞാൻ ജീവിക്കണ പോലെ അല്ല അവൻ ജീവിക്കണേ എന്ന് ചിന്തിച്ചിട്ട് കുറച്ച് ചെറുപ്പക്കാർ, നെക്സ്റ്റ് ജനറേഷൻ പറഞ്ഞ ചെറുപ്പക്കാർ ഉയർന്നു വന്നു. കാരണം കൂട്ടുകാരൻ ചങ്കാണ്, പക്ഷെ അവൻ്റെ വിഷമം കാണുമ്പോൾ ഞാൻ മാത്രം എങ്ങനെ ജീവിക്കുന്നു, അവൻ മാത്രം അങ്ങനെ ജീവിക്കുന്നു. അച്ഛനോട് ചോദിച്ചാൽ ഒരു ഉത്തരവില്ല. അപ്പോൾ അച്ഛൻ ഈ ചെയ്യണത് ശരിയാണോ? അച്ഛനെ ഇതുപോലെ ഞാൻ 8 മണിക്കൂർ അവിടെ കൊണ്ട് വർക്ക് ചെയ്യാൻ വേണ്ടി നിർത്തി കഴിഞ്ഞാൽ അച്ഛൻ വർക്ക് ചെയ്യുമോ? എന്നിട്ട് അച്ഛനും ഞാൻ കാശ് തരുന്നില്ല, പൈസ തരുന്നില്ല, ഫുഡ് തരുന്നില്ല, അപ്പം അച്ഛന് വിഷമം വരില്ലേ? അതുപോലെയല്ല എൻ്റെ കൂട്ടുകാരൻ്റെ അച്ഛനും എന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാർ എന്ത് ചെയ്തു, ഇത് ശരിയല്ല, നിങ്ങൾ ഈ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് ആൻസർ കിട്ടാതായപ്പോൾ അവർക്ക് വാശി കൂടി. അപ്പോൾ അവരെന്ത് പറയാൻ തുടങ്ങി, ഇങ്ങനത്തെ ഒരു സെറ്റപ്പേ വേണ്ട, എന്ത് വേണ്ട, മുതലാളി തൊഴിലാളി എന്നൊരു സെറ്റപ്പ് വേണ്ട എന്ന് പറയാൻ തുടങ്ങി. ദാറ്റ് ഈസ് ദ ബിഗിനിങ് ഓഫ് ലേബർ മൂവ്മെന്റ് അല്ലേ? ഈ ലേബർ മൂവ്മെന്റിന് തുടക്കത്തിൽ വന്ന ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു പ്രസ്ഥാനത്തിനെയാണ് നമ്മൾ ലൂഡിറ്റ് മൂവ്മെന്റ് എന്ന് വിളിക്കുന്നത്. ദേ ആർ നോട്ട് ലേബർ മൂവ്മെന്റ്, പ്രോ ലേബർ മൂവ്മെന്റ്. ലേബർ മൂവ്മെന്റിന് മുന്നേ വന്ന സംഭവം. ഓക്കെ, സോ എഴുതിക്കോ, ലൂഡിറ്റ് മൂവ്മെന്റ്. സോഷ്യലിസ്റ്റ് മൂവ്മെന്റ്, socialist and pro labor class movement, socialist and pro labor class movement. aims, അവരുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? destruction of industrial setup, destruction of industrial setup. Number 2, empowerment of labor class. Empowerment of labor class. കഴിഞ്ഞു, ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ കഴിഞ്ഞു. അതിൻ്റെ ഫൈനൽ കൺക്ലൂഷൻ ഒന്ന് എഴുതുക. കൺക്ലൂഷൻ, ദസ് കൺക്ലൂഷൻ, industrial revolution gave a revolutionary turn to the world events and acted as world events and acted as a foundation stone for the modern world. ഓക്കെ, ഇനി ഞാൻ ഇത് കഴിഞ്ഞു, ടോപ്പിക് കഴിഞ്ഞു. ഞാനിനി ഒരു ടേബിളിനകത്താക്കാൻ വേണ്ടിയിട്ട് ഒരു 4 പോയിന്റ് പറയാൻ പോവാണ്. അത് മാത്രം, ഈ കുറച്ച് സ്ഥലം മതി. സോ ഫസ്റ്റ് പോയിന്റ് എഴുതിക്കോളൂ. 14 to 17th century. ഹൈഫൺ എന്താണാവോ? റിനൈസൻസ്. അടുത്ത 18th century. എന്താ? ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. തൊട്ട് താഴെ no concept of nation before IR, അതായത് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. ഓക്കെ, എഗെയിൻ ഒരു സ്റ്റേറ്റ്മെന്റ് കൂടി എഴുതുക. നോ കൺസെപ്റ്റ് ഓഫ് മോഡേൺ വേൾഡ് ബിഫോർ IR. എടുത്തെടുത്ത് തന്നത് വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഇന്നത്തെ മോഡേൺ വേൾഡ് ഒരു കൺസെപ്റ്റ് 18ാം നൂറ്റാണ്ടിന് മുന്നേ ഉണ്ടായിരുന്നില്ല. നേഷൻ എന്നൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നില്ല. പിന്നെ 18ാമത്തെ നൂറ്റാണ്ടിലാണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. 17 വരെ എന്ത് തന്നെയാണ്? റിനൈസൻസ്. ഇത് ടേബിൾ വരച്ചിട്ടെ, ബോക്സ് വരച്ചിട്ടെ. ഇനി പെട്ടെന്നൊരു ദിവസം നമ്മൾ നോക്കുമ്പോൾ അവിടെ മാതൃഭൂമിയും മഴവിൽ മനോരമയും എല്ലാവരും ആ ബംഗാളി കോളനി വന്ന് നിൽക്കുക. അവന്മാർ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടാവും എന്നായിരിക്കും നമ്മൾ ആദ്യം പറയുക. പക്ഷെ അതായിരിക്കില്ല. അവിടുത്തെ ഒരു കുട്ടിക്ക് 10ാം ക്ലാസ്സിൽ ടോപ്പ് റാങ്ക് കിട്ടിയിട്ടുണ്ടാവും. അതിനായിരിക്കും പത്രക്കാർ വന്നിട്ടുണ്ടാവും. അപ്പം നമുക്ക് അന്ന് പോലും നമുക്ക് അവരോട് ഒരു മതിപ്പൊക്കെ തോന്നും. അത്രയല്ലേ ഉള്ളൂ, അല്ലാണ്ട് വേറെ ഒരു തരത്തിലുള്ള സ്നേഹം ഉണ്ടാവില്ലല്ലോ. സെയിം തിങ് ആണ് ഇവിടെ ഹാപ്പൻ ചെയ്യണേ. ഇവരെല്ലാവരും വന്ന യൂറോപ്പിൽ നിന്നാണ്. നമ്മളെല്ലാവരും ഇന്ത്യൻസ് ആണ് എന്ന് പറഞ്ഞ് നമ്മൾ ബംഗാളിയുടെ തോലെടുത്ത് നടക്കില്ലല്ലോ. സോ ഇവരെല്ലാവരും യൂറോപ്പിൽ നിന്ന് വന്നവരാണ്. എന്നാൽ പോലും ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തില്ല, ഒരു ബന്ധമില്ല. ബന്ധം ഉണ്ടാവുന്ന എപ്പോഴാണ്? മെറിറ്റ് ഉണ്ടാകുമ്പോൾ. ഒരു മെറിറ്റ് ഉണ്ടാകുമ്പോഴത്തേക്ക് നമുക്ക് അവരോട് ഒരു വാല്യൂ ഉണ്ടാവും. ബ്രിട്ടീഷുകാർക്ക് സ്ട്രോങ് ആർമിയാണ്, സ്ട്രോങ് നേവിയാണ്, പിന്നെന്താണ്, എല്ലാം നല്ല ഉഷിരുള്ള പട്ടാളക്കാരുമാണ്. ഒരാൾക്ക് പോലും എതിർക്കാൻ പറ്റില്ല. എതിർത്ത് കഴിഞ്ഞാൽ അടിച്ചമർത്തിയിരിക്കും.
ഒരു സംശയമാണ്. അതൊരു ചിരിച്ച മുഖം കാണുന്നതെന്നായിരിക്കില്ല പിന്നെ കാണിക്കേണ്ടാവുക. അപ്പോൾ ഇവർക്ക് വേറെ വഴിയില്ല, ഇവരിങ്ങനെ അങ്ങ് ജീവിക്കാൻ തുടങ്ങി. പിന്നെ 19 കൊല്ലം അങ്ങനെ അങ്ങ് പോയി. അങ്ങനെ ഇരുന്ന സമയത്ത് റീസൺസ്, അപ്പോൾ യൂറോപ്പിൽ നിന്ന് വന്ന ഞങ്ങളെ അതേ യൂറോപ്പിലുള്ള ഫെല്ലോ കൺട്രിയായ ബ്രിട്ടനിലെ ആൾക്കാർ വന്ന് എന്ത് ചെയ്യുന്നു, അടിമകളാക്കി വയ്ക്കുന്നു. ഓക്കെ, ഇങ്ങനെ അങ്ങ് ജീവിച്ചു പോകാമെന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് ഒന്ന് ഇവിടെ ഈ ഫ്രസ്ട്രേഷൻ ഉണ്ടല്ലേ, ഇവിടെ ഗുഡ്സ് എല്ലാവരും വാങ്ങുന്നു, കുറേ റെഗുലേഷൻസ് ഉണ്ടാക്കുന്നു. ആ റെഗുലേഷൻസിൻ്റെ ഒരു എക്സാമ്പിളാണ് നാവിഗേഷൻ ലോ. എന്താണ് നാവിഗേഷൻ ലോ 1651. ഓക്കെ, ദെൻ എക്സിം പോളിസി. ഇതെവിടെ ശ്രദ്ധിക്കുക, എന്താ നാവിഗേഷൻ ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കയിലെ ഗുഡ്സ് ഷിപ്പ് കയറി എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അത് ബ്രിട്ടീഷ് പോസ്റ്റിൽ അറിയിച്ചതിന് ശേഷം മാത്രമേ പോകാവൂ. അപ്പോൾ എന്ത് സംഭവിക്കും, ബ്രിട്ടീഷ് പോസ്റ്റ് ചെല്ലുമ്പോഴത്തേക്കും ഇവന്മാർ സാധനങ്ങളൊക്കെ നോക്കിയിട്ട് അല്ല നിങ്ങൾ പൊക്കോ ഞങ്ങൾ വിറ്റോളാം എന്ന് പറയും. ഇതാണ് സ്ഥിരം സംഭവിക്കുന്നത്. കാരണം ഇവരെന്ത് ചെയ്യാൻ സമ്മതിക്കില്ല, ഒരു പരിധി കൂടുതൽ വേൾഡ് എക്സ്പ്ലോർ ചെയ്യാൻ സമ്മതിക്കില്ല. അപ്പോഴാണല്ലോ പ്രശ്നം. പെണ്ണുങ്ങളുടെ അടുത്ത് നമ്മൾ ആണുങ്ങൾ കാണിക്കുന്ന ചില സ്വഭാവമല്ലേ, നിങ്ങൾ കാണിക്കില്ല, നിങ്ങൾ ഒരു ആണുങ്ങളും കാണിക്കില്ല. എനിക്ക് പുറത്തിറങ്ങി അടി ഇട്ടായിരിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഒരു ബാക്കി ആണുങ്ങളുടെ കാര്യം ഞാൻ പറഞ്ഞത്, അവരിങ്ങനെ പെണ്ണുങ്ങളോട് കാണിക്കത്തില്ലേ. എക്സ്പ്ലോറേഷൻ കൂടിക്കഴിഞ്ഞാൽ പ്രശ്നമാണ്, കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്ന് പറയില്ലേ. അതൊരു ഫേമസ് ഡയലോഗ് ഉണ്ടല്ലോ, ഡെസ്റ്റിമോണയുടെ അച്ഛൻ പറഞ്ഞത് അല്ലേ, അതുപോലെ ആയിപ്പോ. സോ ദ തിങ് ഇസ് ദാറ്റ് ഇവരെ ഒരു പരിധി കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ ആരും സമ്മതിക്കില്ല, ബ്രിട്ടീഷുകാർ സമ്മതിക്കില്ല. ദെൻ ഇസ് എക്സിം പോളിസി. എന്താണ് എക്സിം പോളിസി? എക്സ്പോർട്ട് ഇമ്പോർട്ട് പോളിസി. അതിന്റെ ഷോർട്ടാണ് എക്സിം എന്ന് പറയുന്നത്. അതായത് ബ്രിട്ടീഷുകാരെ എവിടെ എക്സ്പോർട്ട് ചെയ്യണം, എന്തൊക്കെ ഇമ്പോർട്ട് ചെയ്യണം, ബ്രിട്ടീഷുകാരെ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ എത്ര പൈസ നിശ്ചയിക്കണം, ഇതൊക്കെ ആരാ നിശ്ചയിക്കണം? ബ്രിട്ടൻകാരാ. ഞാൻ തിരിച്ചാ പറഞ്ഞല്ലേ, അമേരിക്കക്കാർ ഇതൊക്കെ ചെയ്യുമ്പോൾ ബ്രിട്ടൻകാരൻ നിശ്ചയിക്കും. സോ എന്തൊക്കെ കാര്യങ്ങൾ അവിടെ എക്സ്പോർട്ടിലും ഇമ്പോർട്ടിന്റെ മൊത്തം കുത്തക അവകാശം അല്ലെങ്കിൽ മോണോപ്പൊളി ആരുടെ കയ്യിലാണ്? ബ്രിട്ടന്റെ കയ്യിലാണ്. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല, അവർക്ക് ഒരു പരിധി കൂടുതൽ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. എക്സ്പോർട്ട് ചെയ്യണമെങ്കിലും അത് ആരാ വാങ്ങുന്നത്? ബ്രിട്ടനാണ് വാങ്ങുന്നത്. പിന്നെ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ 1 കിലോ പൊട്ടറ്റോ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ 20 രൂപ, അതേ സാധനം പൊട്ടറ്റോ ചിപ്സ് ആയിട്ട് ഇവർ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ 100 രൂപ ഇങ്ങോട്ട് ഇറക്കുമ്പോൾ. പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് എന്ത് മാറി? അമേരിക്ക മാറി നിൽക്കുകയാണ്. അപ്പോൾ ഇത് കാരണം അവർ പൊറുതിമുട്ടി നിൽക്കുക. പക്ഷെ എന്നാൽ പോലും നമ്മളെല്ലാവരും പൊറുതിമുട്ടി നിൽക്കുക. എന്നാലും നമ്മൾ ബംഗാളികളുടെ സഹായം തേടൂല, തമിഴരുടെ സഹായം തേടൂല, അഗ്രഹാരത്തിന് പോലും ഇങ്ങനെ നിൽക്കും. എന്തുകൊണ്ടാണ്? ഈഗോ അല്ലേ. അത് കഴിഞ്ഞ് കുറച്ചു കാലം കഴിഞ്ഞപ്പോഴത്തേക്കും സോഷ്യൽ സ്ട്രക്ചർ ഓഫ് അമേരിക്ക, ഞാൻ നേരത്തെ പറഞ്ഞു മെറിറ്റ് എന്ന സാധനം ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങോട്ടും ഇങ്ങോട്ടും മതിക്കത്തുള്ളൂ. മതിച്ചാൽ പോലും എന്തില്ല, ഫ്രണ്ട്ഷിപ്പ് ഇല്ല, ഫീലിങ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യില്ല. ഞാൻ അനുഭവിക്കുന്ന അതേ പ്രശ്നം തന്നെയാണ് അവനും അനുഭവിക്കുന്നുള്ളത് ഇവർക്ക് അറിയില്ല. കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും എന്ത് പറ്റി, കമ്മ്യൂണിക്കേഷൻ നടന്നപ്പോഴത്തേക്കും അവർക്കത് കാര്യം മനസ്സിലായി, ഇവർ ഒന്നിച്ച് നിൽക്കാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ സോഷ്യൽ സ്ട്രക്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മെറിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിക്കത്ത് പോലും ഉള്ളൂ, അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ബന്ധമില്ല, ഹാർഡ് വർക്ക് ചെയ്യുക എന്നൊരു ലക്ഷ്യം മാത്രമേ അവർക്കുണ്ടായിരുന്നുള്ളൂ. നെക്സ്റ്റ് നമ്പർ 2, ഇനി അങ്ങോട്ട് നിങ്ങൾ പഠിക്കുന്ന എല്ലാ റവല്യൂഷനും ഒരു ഇമ്പോർട്ടൻറ്റ് റീസൺ, നിങ്ങളുടെ അമേരിക്കൻ വാർ ഉണ്ടായതിൻ്റെ റീസൺ ചോദിച്ചാലും, ഫ്രഞ്ച് റവല്യൂഷൻ ഉണ്ടായതിൻ്റെ റീസൺ ചോദിച്ചാലും, യൂണിഫിക്കേഷൻ ഓഫ് ഇറ്റലി ചോദിച്ചാലും, യൂണിഫിക്കേഷൻ ഓഫ് ജർമ്മനി ചോദിച്ചാലും എല്ലാത്തിനും ആർക്ക് സ്ഥാനം ഉണ്ടാവും? ചിന്തകന്മാർക്ക് ഒരു സ്ഥാനം ഉണ്ടാവും, ഫിലോസഫിക്കൽ ക്ലാസ്സിന് ഒരു സ്ഥാനം ഉണ്ടാവും അല്ലേ. അപ്പോൾ അമേരിക്കയിലെ ഫിലോസഫിക്കൽ ക്ലാസ്സും എന്തിന് കാരണമായി മാറി? അമേരിക്കൻ റവല്യൂഷന് കാരണമായി മാറി. ഓക്കെ, ആരൊക്കെയാണ് ആ ഫിലോസഫിക്കൽ ക്ലാസ്സിൽ വരുന്നത്? ഒരാളുടെ എക്സാമ്പിൾ പറയണമെങ്കിൽ തോമസ് പെയിൻ, ദെൻ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ, ദെൻ ഹെൻറി പാട്രിക്. ഇതെവിടെ ശ്രദ്ധിക്കുക, തോമസ് പെയിന് ഒരു ഫേമസ് ബുക്ക് എഴുതിയിട്ടുണ്ട്. ആ ബുക്കിന്റെ പേരാണ് കോമൺ സെൻസ്. എന്താണ്? അമേരിക്കയിലുള്ള തോമസ് പെയിൻ അമേരിക്കക്കാർക്ക് വേണ്ടി എഴുതിയ പുസ്തകമാണ്. അല്ലയോ മന്ദബുദ്ധികളായ അമേരിക്കക്കാരെ, ഇവിടെ ശ്രദ്ധിക്കുവില്ല. എന്താണ്? ദാദാഭായ് നവറോജി നമുക്ക് പറഞ്ഞു തന്നില്ലേ, എന്താ ട്രെയിൻ ഓഫ് വെൽത്ത് പോകുന്നു, ഇന്ത്യയിൽ നിന്ന് അങ്ങോട്ട് പോകുന്നു പറഞ്ഞില്ലേ, അതുപോലെ തോമസ് പെയിൻ പറഞ്ഞു കൊടുത്തു, നമ്മുടെ വെൽത്ത് മുഴുവനും ഇംഗ്ലണ്ടുകാർ എടുത്തുകൊണ്ട് പോവാണ്, നമ്മുടെ രാജ്യത്ത് ഡ്രെയിൻ ഓഫ് വെൽത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് എത്രയും പെട്ടെന്ന് ഇവരിൽ നിന്ന് മോചനം നേടണം. സോ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന സാധനം എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യണം. സെയിം ദാദാഭായ് നവറോജി പറഞ്ഞ സെയിം കാര്യം പറഞ്ഞ ആളാണ് തോമസ് പെയിൻ. തോമസ് പെയിൻ ആദ്യം പറഞ്ഞു എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ്റെ എന്താണ് കോൺട്രിബ്യൂഷൻ? അദ്ദേഹം ഒരു വലിയൊരു ചിന്തകനും കൂടിയായിരുന്നു അല്ലെ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ അമേരിക്കയിൽ അങ്ങോളം ഇങ്ങോളം എന്ത് ചെയ്തു, കുറേ ഐഡിയോളജിക്കൽ സെന്റേഴ്സ് ഉണ്ടാക്കി. അതിൻ്റെ പേരാണ് ഫിലോസഫിക്കൽ സൊസൈറ്റി ഓഫ് അമേരിക്ക. എന്താ അവിടെ ഉദ്ദേശം? ബ്രെയിൻ വാഷ്
ജനങ്ങളെ ബ്രെയിൻ വാഷ് ചെയ്യുക എന്നുള്ളതാണ്. ചിന്തകന്മാരുടെ പ്രശ്നം എന്താണ്? അവിടെ ഡ്യൂട്ടിയെ ബ്രെയിൻ വാഷ് ചെയ്യുക എന്നുള്ളതാണ്. ജനങ്ങൾക്ക് അതിന് സമയമില്ല. രാവിലെ എണീക്കുക, കുളിക്കുക, അല്ലെങ്കിൽ ഒരുങ്ങുക, പഠിക്കാൻ പോവുക, കോളേജിൽ പോവുക, സ്കൂളിൽ പോവുക, അല്ലെങ്കിൽ ജോലിക്ക് പോവുക, തിരിച്ച് വീട്ടിൽ വരിക, തിന്നുക, കിടക്കുക, ഉറങ്ങുക. ഇതെല്ലാം നമ്മൾ ചെയ്യുക. അപ്പം നമ്മൾക്ക് ഡീവിയേഷൻ ഓഫ് തോട്ട്സ് വരുന്നില്ല. ആ ഡീവിയേഷൻ ഓഫ് തോട്ട്സിൽ നമ്മളെ എത്തിക്കുന്നത് നമ്മൾ വല്ലപ്പോഴും യൂട്യൂബ് ചാനൽ കാണുമ്പോഴായിരിക്കും, ഒരു യൂട്യൂബ് വീഡിയോ കാണുമ്പോഴായിരിക്കും, അല്ലെ, വേറൊരാളുടെ ചിന്ത നമ്മളിലേക്ക് വരുന്നത്. സോ ചിന്തകന്മാർ ചെയ്യുന്നതും സെയിം കാര്യമാണ്. എന്താണ്? സാധാരണ ആൾക്കാർക്ക് സമയമില്ലാത്ത കാര്യങ്ങൾ അവർക്ക് ചിന്തിച്ച് പറഞ്ഞു കൊടുക്കുക. അവർക്ക് വേറെ ഫുൾ ടൈം ചിന്തയാണ് ഇവിടെ പണി. ഓക്കെ, അപ്പോൾ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ അങ്ങനെ. ഹെൻറി പാട്രിക് എന്താ ചെയ്തത്? ഹെൻറി പാട്രിക് നമ്മുടെ ഗാന്ധിജിയുടെ ഒരു ഫേമസ് ഡയലോഗ് ഉണ്ടല്ലോ, എന്താ? ഡു ഓർ ഡൈ, അല്ലെ? എപ്പോഴാണ് വന്നതാ? ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിന്റെ സമയത്ത് ഡു ഓർ ഡൈ. അതേ ഡയലോഗ് കണ്ടുപിടിച്ച ആളാണ് ഹെൻറി പാട്രിക്. അദ്ദേഹം എന്താ പറഞ്ഞ? ഒന്നെങ്കിൽ എനിക്ക് ഇൻഡിപെൻഡൻസ് താ, അല്ലെങ്കിൽ നീ എന്നെ കൊന്നേക്കാൻ. ഐദർ ഇൻഡിപെൻഡൻസ് ഓർ ഡെത്ത്, ഏതെങ്കിലും ഒന്ന് തരാൻ എന്ന് പറഞ്ഞത് ആളാണ് ഹെൻറി പാട്രിക്. നമ്മൾ ചിന്തകന്മാർ. പക്ഷെ ഇത്രയൊക്കെ ആയിട്ട് പോലും ഒരു എന്തെങ്കിലും ഗുമ്മില്ല, ഒരു സുഖമില്ല. അവർക്ക് അങ്ങോട്ട് റിവോൾട്ട് ചെയ്യാൻ തോന്നുന്നില്ല. പിന്നെ എപ്പോഴാണ് റിവോൾട്ട് ചെയ്യാൻ തോന്നിയത്? എപ്പോഴാണ് തോന്നിയത് റിവോൾട്ട് ചെയ്യാൻ? 4ാമത്തെ റീസൺ ആണ് 7 years war എന്ന് പറയും. എന്താ? 7 years war. അതായത് 1756 തുടങ്ങി 63 അവസാനിക്കുന്ന ഒരു യുദ്ധം. ആരൊക്കെ തമ്മിൽ? ഇത് US ആണെന്ന് പറഞ്ഞു. US മേളിൽ ഏതുണ്ട്? കാനഡ ഉണ്ട്, താഴെ മെക്സിക്കോ ഉണ്ട്, ഇവിടെ ഒരു അലാസ്ക ഉണ്ട്. അങ്ങനെയല്ലേ US മാപ്പ്? നോർത്ത് അമേരിക്കയുടെ മാപ്പ് ഇങ്ങനെയല്ലേ? അപ്പോൾ ഈ സമയത്ത് കാനഡയില് ബ്രിട്ടൻ ഇവിടെ കോളനി സ്ഥാപിച്ച പോലെ ബ്രിട്ടൻ എങ്ങോട്ടും പോകും? കാനഡയിലോട്ട് പോകും. അപ്പൊ ആരാ കാത്തിരിക്കുന്ന ബ്രിട്ടൻ എന്തെങ്കിലും ചെയ്യാനായിട്ട്? ഫ്രാൻസിന് എന്തായാലും ഇനി അമേരിക്കയിൽ വരാൻ പറ്റില്ല. എന്തുകൊണ്ടാ? ഓൾറെഡി അവിടെ എല്ലാം സ്ഥാപിച്ചു കഴിഞ്ഞു. അപ്പൊ അവരെ എതിർക്കാൻ പറ്റില്ല. കാനഡയിലോട്ട് ജസ്റ്റ് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഫ്രാൻസ് പോയിട്ട് പറയും, ഞങ്ങളുടെ കുറെ ഫ്രഞ്ചുകാർ അവിടെ താമസിക്കുന്നുണ്ട്, അപ്പോൾ കാനഡ ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാ, നിങ്ങൾക്ക് തരില്ല എന്ന് പറയും. ബ്രിട്ടൻ പറയും, അത് എവിടുത്തെ ന്യായമാണ്? ഫ്രഞ്ചുകാരോട് അങ്ങനെയാണെങ്കിൽ അവിടെ അമേരിക്കയിലും താമസിക്കുന്നുണ്ടല്ലോ ഫ്രഞ്ചുകാർ, നിങ്ങൾ അവിടെ പോയി ചെയ്യും, പ്രശ്നം ഉണ്ടാക്കുക എന്ന് പറയും. അങ്ങനെ ഇവിടെ തമ്മിൽ യുദ്ധം തുടങ്ങും. 7 വർഷം യുദ്ധം നീണ്ടു നിൽക്കും. യുദ്ധം 7 വർഷം നീണ്ടു നിൽക്കുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും ഇവിടെ ശ്രദ്ധ പോകുന്നത് എങ്ങോട്ട് പോകും? യുദ്ധത്തിലേക്ക് പോകും. അപ്പം അമേരിക്കയുടെ പുറത്തുള്ള ഇവിടെ ശ്രദ്ധ കുറയും. ഈ ഗ്യാപ്പിന് കുറെ ബിരുദന്മാർ പുറം ലോകം എക്സ്പ്ലോർ ചെയ്യും. അപ്പോൾ ഇവർക്ക് മനസ്സിലാവും, തിരിച്ചു വന്ന് കരഞ്ഞുകൊണ്ട് മോങ്ങിക്കൊണ്ട് വരും. എന്താ പറയുന്നത്? 100 രൂപയുടെ പൊട്ടറ്റയാണ് നമ്മൾ 20 രൂപയ്ക്ക് ഇത്രയും കാലം വിറ്റുകൊണ്ടിരുന്നത്. എന്തോന്നിടേ ഇത്? അപ്പോൾ ഇങ്ങനെ താടിയിൽ കൈയും വെച്ചിരിക്കുന്ന സമയത്താണ് തൊട്ടടുത്ത് അതേ താടിയിൽ ഇങ്ങനെ കൈ വെച്ചിരിക്കുന്നത്. അവിടെ ഇരിക്കുന്നവൻ താടിയിൽ കൈ. എല്ലാ അണ്ണന്മാരും കൂടെ ഒരുമിച്ച് വന്ന് ചോദിക്കുമ്പോഴാണ് എന്ത് മനസ്സിലാവുന്നത്? അന്ന് ഇത്രയും കാലം നമ്മളെ പറ്റിക്കുകയായിരുന്നു. അത് നമുക്ക് സഹിക്കാൻ പറ്റില്ല. ബാക്കി എന്ത് സഹിക്കും? പറ്റിച്ചാൽ നമുക്ക് സഹിക്കാൻ പറ്റില്ല. അതാണ് മെയിൻ റീസണായി മാറി എന്തിൻ്റെ? അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. ഇത്രയും വർഷം ഇവരെല്ലാം കൂടെ ചേർന്ന് നമ്മളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ള ആ തിരിച്ചറിവാണ് മെയിനായിട്ട് അവിടെ ഇതിന് റീസൺ. സോ ദിസ് ഇസ് ദ 4 reasons for American War of Independence.